ഹലോ ഗായ്സ്, ഇന്ന് ഞാനൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നെറ്റ്വർക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന റിപ്പീറ്ററെ കുറിച്ചൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ നോർമലി വീട്ടിൽ നെറ്റ് യൂസ് ചെയ്യുന്നവർ കാണും. ഇപ്പം യൂസ് ചെയ്യുന്നവർക്ക് നെറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ട്, ചില പ്ലേസ് റേഞ്ച് കാണത്തില്ല. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് റൗട്ടേഴ്സാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒന്ന് D-Linkൻ്റെ N300 DIR 615ഉം ഒന്ന് ടെൻഡായുടെ N300 വയർലെസ് N300 ഈസി സെറ്റപ്പ് റൗട്ടർ എന്ന് പറയുന്നത് ടെൻഡായുടെ N301 എന്ന് പറയുന്ന മോഡലാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ രണ്ട് മോഡലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സിംഗിൾ ബാൻഡ് മാത്രമേ ഉള്ളൂ. 2.4 GHz മാത്രമേ ഇതിൽ രണ്ടിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇനി ഡ്യുവൽ ബാൻഡ് നോക്കുന്നവർക്കായിട്ടാണ് D-Linkൻ്റെ DIR 825 AC 1500. ഇത് ഡ്യുവൽ ബാൻഡാണ്, 2.4ഉം 5 GHz സപ്പോർട്ട് ചെയ്യുന്ന ഡ്യുവൽ ബാൻഡ് റൗട്ടറാണ്. സോ ഈ ടെൻഡാണ് N300 ആകെ വരുന്ന 3 സാധനങ്ങളാണ്. ഒന്ന് N300ൻ്റെ ഒരു റൗട്ടർ, പിന്നെ ഒരു ലാൻ കേബിൾ, വലിയ ക്വാളിറ്റി ഒന്നുമില്ല, ഒരു നോർമൽ ലാൻ കേബിൾ, പിന്നെ അതുകൂടാതെ അതിൻ്റെ കൂടെ ഒരു അഡാപ്റ്റർ. ഇത് മൂന്നുമാണ് ഈ ബോക്സിൻ്റെ അകത്ത് വരുന്നത്. ഇനിയിപ്പോൾ ഇത് കോൺഫിഗറേഷൻ ചെയ്യുന്നത് കാണിച്ചു തരാം. അടുത്തതായിട്ട് കോൺഫിഗറേഷൻ ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ഇപ്പം മൊബൈലോ ലാപ്ടോപ്പോ ഏത് ഡിവൈസാണ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പോ ഏതെങ്കിലും ആണെന്ന് വിചാരിക്കുക, അതിലോട്ട് ജസ്റ്റ് നമ്മൾ നോക്കി കഴിയുമ്പോൾ ടെൻഡായുടെ പേരിലൊരു ഡിവൈസ് കാണും. ഓക്കെ, ജസ്റ്റ് ആ ഡിവൈസിലോട്ടൊന്ന് കണക്ട് ചെയ്യുക. മൊബൈലിൽ ചെയ്യാം, ലാപ്ടോപ്പിലായാലും ചെയ്യാം. ജസ്റ്റ് ഏത് ഡിവൈസാണ് ആ ഡിവൈസ് ജസ്റ്റ് നമ്മുടെ ഓൾറെഡി ഉള്ള വൈഫൈ മാറ്റിയിട്ട് അവരുടെ വൈഫൈയുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ ഓക്കെ, നിങ്ങൾ കണ്ടോ വൈഫൈയിൽ ഞാൻ ഓൾറെഡി ലാപ്പിൽ കണക്ട് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനൊരു പേജിലോട്ടാണ് വന്നത്. അതിന് PPPoയും അല്ല ഡൈനാമിക് IP അല്ല സ്റ്റാറ്റിക് IP. നോർമലി നമ്മളവിടെ യൂസ് ചെയ്യുന്ന എല്ലാം ഡൈനാമിക് IPസാണ്. സോ ഡൈനാമിക് IP അടിക്കുന്നു. സോ നമ്മുടെ വൈഫൈന് എന്തോ പാസ്വേഡാണ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കാം. ഞാനൊരു ചെറിയ പാസ്വേഡ് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു പാസ്വേഡ് അടിക്കുന്നു. ഞാനൊരു ചെറിയ പാസ്വേഡ് അടിച്ചിരിക്കുന്നത് 1 to 8 വരെ. സേവ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ അതുപോലെ വൈഫൈ വന്നിരിക്കുന്നുണ്ടോ ഓൾറെഡി. ഓക്കെ, ഞാൻ രണ്ടാമത് അടിച്ച പാസ്വേഡ് അടിച്ച് വൈഫൈ കണക്ട് ചെയ്തു. ഓൾറെഡി IP ഏതാണ് നോക്കാം, 192.168.0.1. ഈ IP അഡ്രസ്സിലാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് കൊടുക്കാം. ഓക്കെ, ഇതിപ്പം റൗട്ടറിന് ലോഗിൻ പാസ്വേഡ് സെറ്റ് ചെയ്യില്ല, അത് സെറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് ഇപ്പം ഈ IP അടിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ കയറേണ്ട പാസ്വേഡ് എന്തോ വേണമെങ്കിലും കൊടുക്കാം. ഞാനത് ചെറിയൊരു പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, പാസ്വേഡ് അടിച്ചു. ഓക്കെ, ബാക്കിയെല്ലാം ഓക്കെ ആയി. ഓക്കെ, ആ പാസ്വേഡ് ഇവിടെ അടിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം. ഓക്കെ, ലോഗിൻ ചെയ്തപ്പം ഡിവൈസ് ഒന്നും കണക്റ്റ് ആയിട്ടില്ല, റൗട്ടറുമായിട്ടൊന്നും കണക്റ്റ് ആയിട്ടില്ല. സോ ഡയറക്റ്റ് ഇപ്പം ലാൻ ഉള്ളതാണെങ്കിൽ നമുക്കിവിടെ ലാൻ പോർട്ട് വാനി കുത്തിക്കഴിഞ്ഞാൽ നെറ്റ് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ വയർലെസ് ആയിട്ട് ഇപ്പം കോൺഫിഗറേഷൻ ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടാണ്. വയർലെസ് സെറ്റിങ്സ് എടുക്കുന്നു, വയർലെസ് റിപ്പീറ്റിംഗ് നമ്മൾ എടുക്കുന്നു. അതിൻ്റെ അകത്ത് യൂണിവേഴ്സൽ റിപ്പീറ്റർ കണ്ടോ, അതെടുക്കുന്നു. അപ്പം നമ്മുടെ ഇവിടെ കണക്റ്റ് ആയിട്ടുള്ള വൈഫൈൻ്റെ പേര് കാണിക്കുന്നു, ഏതാണെന്ന് സെലക്ട് ചെയ്യുന്നു. സോ ഇവിടെ വൈഫൈൻ്റെ പേരടിക്കാം. വൈഫൈൻ്റെ പാസ്വേഡ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇവിടെ യൂസ് ചെയ്യുന്ന വൈഫൈൻ്റെ പാസ്വേഡ് അടിക്കാം. അതായിട്ടുണ്ട്, കണക്റ്റഡ് ആയിട്ടുണ്ട്, ഓൾറെഡി കണക്റ്റഡ് ആയി. അപ്പം നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നതിന് നോക്കാം. ഓക്കെ, ഓൾറെഡി ഇൻ്റർനെറ്റ് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ഈ മോഡത്തിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ഏതെങ്കിലും ഡിവൈസിൽ ലാൻ കൊടുക്കണം, ലാൻ കേബിൾ ഉണ്ടെങ്കിൽ 1, 2, 3 എന്നുള്ള പോർട്സ് വഴി നിങ്ങൾക്ക് നേരെ കമ്പ്യൂട്ടറിൽ ലാൻ കുത്താൻ പറ്റും. സോ ഈസി ആയിരിക്കും. പക്ഷേ ഒന്നിൽ കൂടുതൽ റിപ്പീറ്ററുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മെഷിലോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാര്യം ഇപ്പം തന്നെ ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം. ഈ ഒരു വൈഫൈ ഞാനിപ്പോൾ സെറ്റ് ചെയ്തും ഇത് കടയിലെ വൈഫൈ പോവാം. ഈ രണ്ട് വൈഫൈകൾ ഇതേ കാണിക്കും. സോ ഇപ്പോൾ നിങ്ങൾ റിപ്പീറ്റേഴ്സ് കൂടുതൽ ആഡ് ചെയ്യുവാണ്, ഇപ്പോൾ ഒരെണ്ണോട് ആഡ് ചെയ്യണം 3 വൈഫൈയോ, 4 ആഡ് ചെയ്ത് 4 വൈഫൈ. സോ അങ്ങനെ ഒരു 1, 2 എണ്ണത്തിനുള്ളിലൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾ മെഷിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഏറ്റവും ബെസ്റ്റ് മെഷ് ആയിരിക്കും. ഇനി അടുത്തൊരു വീഡിയോ മെഷ് നെറ്റ്വർക്കിനെ കുറിച്ച് ചെയ്യാവുന്നതാണ്. ആൻഡ് താങ്ക് യു.